ഹലോ, ഇന്ന് നമുക്ക് വയറ് നിറച്ച് ചോക്ലേറ്റ് കഴിച്ചാലോ? വെറും 20 രൂപ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വയറ് നിറച്ച് ചോക്ലേറ്റ് കഴിക്കാം. ഞാനിപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കും പോലെയല്ല, നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ കൊക്കോയൊക്കെ ഉണ്ടെങ്കിൽ കൊക്കോക്കായ പഴുത്ത് കിടപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊക്കോക്കായൊക്കെ പറിച്ചൊന്ന് ഉണക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതാ വീട്ടിൽ കുറച്ച് കൊക്കോക്കായൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. അതൊക്കെ പറിച്ചിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ കുറേ കൊക്കോക്കായ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. മിക്കവാറും കൊക്കോക്കായൊക്കെ അണ്ണാനൊക്കെ കഴിച്ചിട്ട് ഒന്നും കിട്ടാറില്ല. ഈ തവണ എന്താണോ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് പറിച്ചെടുത്തിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അല്ലാത്തവർ ചീനിച്ചട്ടിയിൽ വറുത്തെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിൽ 185 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. അങ്ങനെ നമുക്ക് ഈ കൊക്കോക്കായ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഇതാ പകുതി സമയമായിട്ടുള്ളൂ. ഇതൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് പൊട്ടി വരണുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും അത് പൊട്ടുന്നതിൻ്റെ. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് എടുത്ത് നമുക്കിതൊന്ന് പൊട്ടിച്ച് വെക്കാം. ഉണ്ടോ, കൈ കൊണ്ട് നമ്മളിങ്ങനെ ഞെരിക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊണ്ടെല്ലാം പോയിട്ട് അതിൻ്റെ സീഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ കൊക്കോക്കായയുടെ തൊണ്ടെല്ലാം പൊളിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് വേഗം നമുക്കിത് എടുക്കാം. അപ്പോൾ വീട്ടിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാനുണ്ടെങ്കിൽ വേഗം പണി തീരും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ 2-3 പേരുണ്ട്. എല്ലാവരോടും കൂടി ഇതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതാ ഇത്രയും സീഡ് കിട്ടിയിട്ടുണ്ട്. നല്ല മുഴുവനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതേ അരച്ചപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് കിട്ടൂലേ, അതുപോലെ ഞാനൊന്നും ചേർത്തതല്ല, അത് മാത്രമായിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനൊരു 2 പാക്കറ്റ് അമൂല്യയുടെ പാൽപ്പൊടി 10 രൂപയുടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കുക. അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു സ്റ്റീലിൻ്റെ പാത്രം നല്ലപോലെ തുടച്ച് വെള്ളമൊന്നുമില്ലാതെ അതിൻ്റെ മുകളിലാക്കി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും ചോക്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച് ചോക്ലേറ്റ്, അതായത് കൊക്കോ പൗഡർ അരച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ നമുക്ക് ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ കൊക്കോക്കായ ഇല്ലാത്തവർ കൊക്കോ പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അതുകൊണ്ട് ചെയ്താലും മതിയേ. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ആ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റ് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കയ്പ്പുണ്ടാവും. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചോക്ലേറ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് കാശുകളുള്ളൂ. 20 രൂപയുടെ 2 പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിക്കുന്നുള്ളതാണ്. വേറെ ഒന്നും നമ്മൾ കാശൊന്നും ചിലവാക്കിയിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയുടെ ചുവയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലപോലെ ചൂടായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് റെഡിയാവും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതാ അടിച്ചെടുത്ത് ഇതിനകത്ത് ഇനി വേറെ തരികളൊന്നുമില്ല. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പരിപാടി എല്ലാവർക്കും വേണമെന്നില്ല, ആവശ്യമുള്ളവർ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു പച്ച കപ്പലണ്ടി കുറച്ച് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത്രയും പൊടിക്കണമെന്നുള്ളവർക്ക് പൊടിക്കുക, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചിട്ട് ആ മിക്സിയിൽ നമ്മൾ അരച്ചില്ലേ അതിനകത്ത് കിട്ടാൽ മതി. അരക്കൊന്നും വേണ്ട കേട്ടോ. ഇനി
ഇത് വെറുതെ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും, അത് നല്ല രസമായിരിക്കും അല്ലേ. ഇനി ഞാനിപ്പോൾ ഈ മിക്സ് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ച ഒരു മോൾഡാണ് കേട്ടോ, അത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിനകത്തേക്കാണ് കേട്ടോ ഞാൻ ഈ മിക്സ് ചെയ്ത ചോക്ലേറ്റിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കുഴിയിലും ഞാൻ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ ഒഴിക്കരുത്, സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യാം. അപ്പോൾ എല്ലാത്തിലും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയൊന്നും ഇല്ലാത്തവർ ഐസ് ട്രേ ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്, അതിനകത്ത് ഒഴിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ മോൾഡ് ഉള്ളവർ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്തേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പലതും പല ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്, നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ വെറുതെ വെച്ചാൽ മതി. അതൊരു 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇതാ തണുത്ത് ഉറച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചോക്ലേറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പതിയെ ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അനക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്നുകൊണ്ട് കമത്തി കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം കിട്ടും. അപ്പോൾ ഇതാ ഹെൽത്തി ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത അടിപൊളി ടേസ്റ്റിലുള്ള ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കുക. ഇത്രയും നല്ലതായിട്ടോ ഞാൻ ഉണ്ടാക്കിയത്, കുറേ എടുപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.